ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബിഹറജായി നേരം ഇളണ്ട് തോളറുരേ എറുമ്പം ജാഹിനുടൻ നടമ്പരണ്ട് മൊഴിയാ. സുഹൃത്തുക്കളെ, നൗഫലാണ്. മുമ്പത്തെ പാട്ടുകൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ മദ്ഹ് ഗാനങ്ങളുടെ ഒരു ചെറിയൊരു ലൈബ്രറി പോലും ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് എന്ന് വരുന്നത് വീട് വരുന്നത് എടപ്പാളാണല്ലേ? പേര് ജുനൈദ് എന്നാണ് അല്ലേ? ഓക്കെ, ജുനൈദാണ്. എടപ്പാൾ സ്വദേശിയാണ്. ഇവിടെ ദാറുൽ ഹുദ അതായത് ചെമ്മാട് ദാറുൽ ഹുദയിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഹുദവി അല്ലേ? ഹുദവി ആകാനുള്ള എത്ര വർഷത്തെ പഠനമാണ്? 12 വർഷത്തെ കോഴ്സാണ്. 10 കൊല്ലം സെക്കൻഡറിയും അതുപോലെ സീനിയർ സെക്കൻഡറി ഡിഗ്രി അങ്ങനെ ആയിട്ട് വരുന്നു. ശേഷം ദാറുൽ PG ആവശ്യാർത്ഥം എല്ലാ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഇവിടെ 2 കൊല്ലം PGക്കായിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ഇയറാണ് PG. 2 മാസം ആവുന്നുണ്ട്. 2 മാസം ആവുന്നുണ്ട്. ഇപ്പോൾ ഇതിന് മുന്നേ പഠിച്ചത് എടപ്പാള് മാണൂര് ദാറുൽ ഹിദായ ദഅവ കോളേജ് എന്ന് പറയും. അവിടെയാണ് 10 കൊല്ലം കഴിഞ്ഞ് പഠിച്ചത്. അവിടെ നിന്ന് ഇപ്പോൾ ശേഷം കൊണ്ടെത്തിയതല്ലേ? തുടക്കത്തിൽ ഇവിടെ ഇവിടെ PGക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ദാറുൽ ഹുദയ്ക്ക് വരുന്നില്ല സ്റ്റുഡൻസ്, അല്ലെങ്കിൽ തുടക്കം അല്ല, ഇത് PG പറഞ്ഞാൽ ഇവിടെ 1 മുതൽ 10 വരെയുള്ള വേറെ ഇപ്പോൾ ഡിഗ്രി സെക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ഷനൊക്കെ ഉണ്ട്. അതല്ലാതെ അവിടെ മെയിനായിട്ട് PG സെക്ഷനാണ് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള ഓഫ് ക്യാമ്പസുകളുടെ പോലെ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ PG എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഗ്രാജുവേഷൻ ഇവിടെ നടക്കുന്നു. അത് എടുക്കാൻ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരണം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ബിരുദം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് മദ്ഹ് ഗാനങ്ങളിലേക്കുള്ളൊരു കമ്പം വന്നതും എങ്ങനെയായിരുന്നു? ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം എന്ന് പറഞ്ഞാൽ പാട്ട് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അത് ഫസ്റ്റായിട്ട് ഞാൻ മദ്രസയിൽ തന്നെ 2ാം ക്ലാസ്സിന് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നബിദിനായാലും പ്രാക്ടീസിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരു ദിവസം ഫസ്റ്റായിട്ട് മദ്രസയിൽ പാടുകയാണ്. ഉമ്മ നന്നായി പാടും. പ്രാക്ടീസ് ചെയ്ത് ശരിയും. അപ്പോൾ വാപ്പാൻ്റെ കുറേ ഡയറികളുണ്ട്. ഇങ്ങനെ ബസ് പഠിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ കൂടെ കുറേ പാട്ടുണ്ട്. അപ്പോൾ അതിലൊരു പാട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് ചെറിയ ഓർമ്മയുള്ള പഠിപ്പിച്ച് മദ്രസയിൽ പാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും അന്നാണ് എൻ്റെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ടായിരുന്നു ഞാൻ അറിയുന്നത്. ഫസ്റ്റ് ആ ഒരു വേദിയിൽ പാടി എല്ലാവരും അനുഭവിച്ചു, നല്ല ഉഷാറായിട്ട് പറഞ്ഞു. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടി ഒന്ന് പാടി കൊടുക്കുക. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു പാട്ടുണ്ടല്ലോ. കേളണ്ട് തോളറുരേ എറുമ്പം ജാഹിനുടൻ നടമ്പരണ്ട് മൊഴിയാ. കിമിത്ത് നീ പറക നാം തേടുന്ന പടി എവിത്ത് ഹമിതവരിൽ. കിളണ്ട് തോളറുരേ എറുമ്പം ജാഹിലുടൻ നാളമ്പരണ്ട് മൊഴിയാ. കിമിത്ത് നീ പറക നാമുത്തിടുന്ന പടി എവിത്ത് ഹമിതവരിൽ. ജുനൈദ പാട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ ജുനൈദിന്റെ ഫാമിലിയൊക്കെ ആരൊക്കെയുള്ളത്? വീട്ടില് അപ്പ അമ്മ, പിന്നെ മൂത്തൊരു താത്ത, പിന്നെ ശേഷം 2 കാക്കന്മാര് ഇരട്ടകളാണ്. പൈസ ഉണ്ട്. പിന്നെ എനിക്ക് ലാസ്റ്റ് ചെറിയ മോനാണ് അല്ലേ? ഓക്കെ. ആ ലാളനെയും വാത്സല്യമൊക്കെ ആ ഒരു കുടുംബത്തിൽ നിന്ന് എന്തായാലും തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാവരുടെ അടുത്തുനിന്നും അല്ലേ? താത്താരുടെ അടുത്തുനിന്നായാലും കാക്കാരുടെ അടുത്തുനിന്നായാലും ഒക്കെ പാട്ടിന് എല്ലാവരും സപ്പോർട്ടാണല്ലേ? കൂടുതൽ ഈ ഒരു പാട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറയുന്ന ആരോ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ്? ഉപ്പയാണോ ഉമ്മയാണോ അല്ലെങ്കിൽ ഇക്കാക്കാരോ താത്താരോ? ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാവരും ഉണ്ട്. പക്ഷെ പ്രത്യേകം ഞാനിപ്പോൾ വേറെ എവിടെ മത്സരിക്കുകയാണെങ്കിൽ പോലും അവിടെ ഇങ്ങനെ ആയല്ലോ ഇവിടെ ഇങ്ങനെ ആയല്ലോ ഒന്ന് ശ്രദ്ധിക്കാന്ന് പറഞ്ഞ് പ്രത്യേകം വാച്ച് ചെയ്യുന്ന ഉമ്മയുണ്ട്. പിന്നെ ഏട്ടന്മാരാണ്. ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. ഏട്ടന്മാര് ഒരാൾ നന്നായിട്ട് അങ്ങനെ ആക്കണം എന്നൊക്കെ പറയും. ഭയങ്കര മോട്ടിവേഷൻ കാര്യങ്ങളാണ്. ഉമ്മ പാടുമോ? ഉമ്മ പാടും അല്ലേ? മധുഗാനങ്ങളിലെ ഒരു പാട്ട്
അതെ മല കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. പാട്ട് ചെറുപ്പം മുതലേ ആ ഒരു പാട്ടിനോടൊരു മുഹബത്ത് ഉണ്ടാവും. അതെ ഉണ്ടായത്. നമുക്കറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട്, സംഗീതം, അതുപോലെ തന്നെ മധുഗാനം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഇതൊരു എന്താ പറയുക, ഒരു ഇന്നത്തെ യുവതലമുറക്ക് പറഞ്ഞു തരാനുള്ള ഇതൊരു ലഹരിയായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. ലഹരി ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്, ഇതൊരു ലഹരിയായിട്ട് നടക്കുന്ന ഒരു ലഹരിക്കടിമ പോലുള്ള ഒരു പാട്ടാണ് മധുഗാനം, അതുപോലെ തന്നെ സംഗീതം, എല്ലാ സംഗീതം കേട്ടോ. അപ്പം അതിൽപ്പെട്ടൊരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളിന്ന് ജുനൈദ്. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജുനൈദ് പിന്നെ ഈ ഒരു എന്താണ് വീട്ടിൽ ഇപ്പം എന്താണ് സോഷ്യൽ മീഡിയയിൽ ആളുകളൊക്കെ അറിഞ്ഞ് തുടങ്ങിയല്ലോ അല്ലേ? ഇവിടെയുള്ള ക്യാമ്പസിലുള്ള ആൾക്കാരൊക്കെ ഒരു ഇതെന്തായിരുന്നു, അവരൊക്കെ നല്ല സപ്പോർട്ടാണോ? മുമ്പ് അറിയുന്നവരുണ്ട്, കാരണം ഞാൻ ഇവിടുത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് ഫസ്റ്റ് വാങ്ങി. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടാനുള്ള ഇങ്ങനെ ഒരു അടയാളമുണ്ട്. അപ്പോൾ അത് ചെറുപ്പം മുതലേ ഇവിടെ കാണുന്നു, ചെറുപ്പം മുതലേ ഉണ്ടായപ്പോൾ ഇവിടെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർ അന്നേ ശ്രദ്ധിച്ചിരുന്നു, പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിട്ട് പോലും നല്ലപോലെ പാടുന്നു പറഞ്ഞാൽ അവർ അനുമോദിക്കുമ്പോൾ അങ്ങനെ അറിയുന്നവരുണ്ട്. പിന്നെ 2 മാസമായിട്ടുള്ള വന്നിട്ട് ഇവിടെ വന്നിട്ടില്ല. അതെ, അപ്പോൾ കുറേ പേര് അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. ഇവിടെ ഈ പാട്ടിന് ട്രൂപ്പ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതെ. ഇപ്പം ഞാൻ ആദ്യം പഠിച്ചിരുന്ന സ്ഥാപനം മുതലേ എന്തുണ്ട് പാട്ടിലേക്ക്, അതായത് വലിയ സീനിയേഴ്സിൻ്റെ ഒപ്പം ഞാൻ പോയിരുന്നു. ഞാൻ ചെറുതായിരുന്നു. അപ്പം അന്ന് പോയിട്ട് തന്നെ അങ്ങനെ ജഡ്ജസൊക്കെ അഭിപ്രായം പറയും. നമ്മളെ ഷാക്കിർ വഫി എന്ന് പറഞ്ഞ ഇഷ്ടമാണ്, അയാളുടെ മധുഗാന രംഗത്ത് ഭയങ്കര രചയിതാവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഞാൻ ആദ്യം പാടിയത്. അവിടുന്ന് ഞാൻ പ്രത്യേക ഒരു കോൺഫിഡൻസ് ഉണ്ടായി, കാരണം അദ്ദേഹത്തെ പോലത്തുള്ള ഒരാളുടെ പാട്ട് പാടുന്ന. അതിന് ശേഷം ഇങ്ങനെ മധുകളിലും പിന്നെ നസീമെ തൊയ്ബ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അതിൻ്റെ ടീം ഭാഗമായിട്ട് പല പരിപാടികൾക്കും പങ്കെടുക്കാൻ പോകുന്നു. അതൊക്കെ ആയിട്ട് സജീവം മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരെ പോലെയുള്ള ആളുകളെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചിട്ടാണെങ്കിൽ ജുനൈദിന് ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, ഇത് കേൾക്കുന്ന പ്രേക്ഷകർ നിങ്ങളെപ്പോലെ ആളുകൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം വെച്ചിട്ടാണെങ്കിൽ ജുനൈദിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ജുനൈദിൻ്റെ കുടുംബത്തിൽ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മധുഗാനങ്ങൾ പാട്ടിനോട് ഉമ്മാക്കും മുഹബത്താണ്, അതുപോലെ തന്നെ മകനക്കും മുഹബത്താണെങ്കിൽ ഉമ്മയാണ് ഫാമിലി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത്തരം പാട്ടുകൾ ഒരുപാട് കേൾക്കുന്ന ഒരു കൂട്ടത്തിലാണല്ലേ? ഉമ്മയൊക്കെ ശ്രദ്ധിക്കും ആ ഒരു വരികളും കാര്യങ്ങളൊക്കെ, ശ്രുതിയും കാര്യങ്ങളൊക്കെ പറയും. ഇത് പാട്ട് പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിരുന്നോ? പാട്ട് പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോൾ 2-3 വർഷം മുന്നെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ എന്താണ് കാര്യങ്ങൾ അതിനൊന്നും കൂടി പഠിക്കണം എന്ന്, ഒരു പാട് മാത്രം ഉപരി നമ്മളൊന്ന് അറിഞ്ഞ് പാടുമ്പോൾ നമുക്ക് ഏതാണ് നമ്മളെ കല മനസ്സിലാക്കിയിട്ട് പാടുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഉഷാറാവുന്ന രീതിയിൽ ഞാൻ ചില മറ്റേ മാപ്പിളപ്പാട്ടിൻ്റെ തന്നെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റഷീദ് മുഹമ്മദ് സാറിൻ്റെ കീഴിൽ ഞാൻ കൊറോണ കാലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ചിരുന്ന ഒരു 1 ഡേ ക്യാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ശില്പശാല, മാപ്പിളപ്പാട്ട് ശില്പശാല, അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതെ, അതിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അറിയാൻ, നമുക്ക് എന്താ അറിയാനും പിന്നെ വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാനൊക്കെ പറ്റി സാധിച്ചിട്ടുണ്ട്. വളരെ അത് ഒരു ഭാഗ്യം. നമുക്ക് പാടാൻ അറിയാം, പ്ലസ് നമുക്ക് ജഡ്ജ് ചെയ്യാന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ ഉന്മേഷം നമുക്ക് പുരോഗമിക്കാൻ കഴിയും. ഇനി മുന്നോട്ട് എത്തിക്കാൻ പറ്റുന്ന നല്ലൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ല, ഇനി ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ള സപ്പോർട്ട് നമ്മളൊപ്പമുള്ള കൂട്ടുകാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണല്ലോ. അതൊക്കെ ഒത്തുപിടിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടുവോ നീ ഹാമാരനെ, കണ്ടുവോ നീ ഹാമാരനെ. ബദറുൽ മുനീറിൻ്റെ ചേലിലെ ബദറോളി മുത്തവനാണവൻ, ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹ്റാനയും നീന്തിപ്പോയവൻ. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ വൈത്തുകൾ മൂളുന്ന കാറ്റനീ കണ്ടുവോ നീ ഹാമാരനെ, കണ്ടുവോ നീ
ആമാരണി. ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലും വെച്ചിട്ടാണെങ്കിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് കൂടുതലും വരല്. അപ്പം വെച്ചിട്ടാണെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു അസുഖങ്ങളൊക്കെ വരുന്ന ആളുകൾക്ക് പോലും സത്യത്തിൽ വെച്ചിട്ടാണെങ്കിൽ ആ ഒരു സന്തോഷം പകരുന്ന ഒരുപാട് നിമിഷങ്ങളൊക്കെയാണ് ഈ ഒരു പാട്ടുകളൊക്കെ, പ്രത്യേകിച്ച് മധുഗാനങ്ങളും അതുപോലെ തന്നെ എല്ലാ സംഗീതവും കേട്ടോ. ഒരു സംഗീതം എന്നല്ല, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ ഒരു ഏതൊരു സംഗീതം കാണും ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു മെഡിസിൻ തന്നെ പറയാം അല്ലേ. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജുനൈദിനെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ജുനൈദിൻ്റെ ഇനിയുള്ള ഭാവി ഇൻഷാല്ലാ നല്ല രീതിയിൽ തന്നെ വലിയ ഉയർച്ചകളിലേക്ക് എത്തക്കട്ടെ. അതോടൊപ്പം തന്നെ ജുനൈദ് ഇനിയിപ്പോൾ എത്ര വർഷം ഉണ്ട് ഹുദവി? ഞാനിപ്പോൾ ഇനി ഒരു 1.5 വർഷം കൂടി ഉണ്ടാവും. 1.5 വർഷം. ഓക്കെ, 1.5 വർഷം കൂടി ഈ ഒരു എന്താണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ ഉണ്ടാവും. ചെമ്മാടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പം എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ കണ്ടതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഇനിയുള്ള ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും അതുപോലെ തന്നെ വളരെ എന്താ പറയുക എല്ലാവരും ഈ ഒരു പാട്ടും അതുപോലെ തന്നെ ജുനൈദിനെ ഏറ്റെടുക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പം ഇൻഷാല്ലാ നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.